5 സ്റ്റാർ ഹോട്ടലിൽ വരണം, റൂം എടുക്കാം. യുവനടിയോട് ഒരു യുവ നേതാവ് പറഞ്ഞ വാക്കുകളാണ് ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. റിനി ആൻ ജോർജ് എന്ന നായിക നടി തൻ്റെ തൻ്റെ വെളിപ്പെടുത്തലുകൾ ചാനലുകളിലൂടെ നടത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ യുവ രാഷ്ട്രീയ നേതാവ് ആരാണെന്നറിയാൻ കേരളം ഒന്നടങ്കം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഈ നേതാവ് ഇന്നതാണോ എന്ന് ചാനലുകൾ, ഇന്നയാളാണോ എന്ന് ചാനലുകൾ മാറി മാറി ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഒരാളെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഈ നടി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആര് തന്നെയായിരുന്നാലും കോൺഗ്രസ് നേതൃത്വത്തിന് പൊതുജനങ്ങളോട് അല്ലെങ്കിൽ സമൂഹത്തിനൊരു കടപ്പാടുണ്ട്. ഇത്ര മോശമായിട്ട് രീതിയിൽ ഈ രാഷ്ട്രീയ യുവ നേതാവ് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്ര മോശമായ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നേതാവിനെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കടപ്പാടുണ്ട്. അങ്ങനെയൊരു രാഷ്ട്രീയ നേതാവിനെ വച്ചു പൊറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ തന്നെ വലിയ തോതിൽ ദോഷം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്ത് വന്നിരിക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിയാകാൻ പോകുന്നൊരു വിഷയമാണ് ഈ നേതാവിനെ ചൊല്ലിയുള്ള പരാമർശം. ഈ നേതാവിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ അതീവ ഗുരുതരമായതാണ്. അദ്ദേഹം പല നേതാക്കന്മാരുടെയും ഭാര്യമാരെയും മക്കളെയും വരെ പീഡനത്തിന് ഇരയാക്കിയതായിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അങ്ങനെയുള്ള നേതാവിന് പ്രധാന നേതാക്കളോട് പരാതിപ്പെട്ടിട്ടും കൂടുതൽ സ്ഥാനമാനങ്ങൾ കൊടുക്കുകയാണ് ചെയ്തതെന്ന് ഈ യുവനടി പറയുന്നു. അങ്ങനെ ഒരു നേതാവിനെ ഇങ്ങനെ കോൺഗ്രസ് സംരക്ഷിക്കുമ്പോൾ അത് കോൺഗ്രസ്സിൽ വിശ്വസിക്കുന്ന ഒട്ടേറെ പേർ ആ പാർട്ടിയെ തന്നെ വെറുക്കുന്നതിനും മറ്റേ പാർട്ടികളിലേക്ക് പോകുന്നതിനുമൊക്കെ കാരണമാകും. സരിതാ വിഷയമൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ്. ആ ഒറ്റ വിഷയം കൊണ്ട് തന്നെ കേരളത്തിൽ കോൺഗ്രസ് രണ്ടാമതൊരു ഭരണം പിന്നീടൊരു ഭരണത്തിൽ എത്താൻ പോലും കഴിയാതെ പോയി. ആ വിഷയമാണ് കോൺഗ്രസിനെ ആ വലിയ പരാജയത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും അങ്ങനെയൊരു സംഭവത്തിൻ്റെ പേരിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ പരാജയത്തിന് കോൺഗ്രസിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന കോൺഗ്രസിലെ നേതൃത്വം ഇത്തരമൊരു നേതാവിനെ സംരക്ഷിക്കുമ്പോൾ അത് കോൺഗ്രസിനെ അടുത്ത നിയമസഭ പോലും കാണാതിരിക്കാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ കരുത്തോടെ നീങ്ങാൻ കഴിയുന്ന ഒരു കുറുപ്പ് ചീട്ടായിട്ട് അവർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇതുപോലുള്ള നേതാക്കന്മാരെ ഒരിക്കലും സംരക്ഷിക്കരുത്. ആ നേതാവ് ആര് തന്നെയായാലും, ആ യുവനേതാവ് ആര് തന്നെയായിരുന്നാലും അവനെ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുക. അവനെ വച്ചു ഉറപ്പിക്കേണ്ട ഒരു കാര്യവും കോൺഗ്രസിനില്ല. കോൺഗ്രസ് എന്നത് ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു പ്രസ്ഥാനമാണ്. വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്. സ്വാതന്ത്ര്യത്തോളം നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒക്കെ പ്രതിദാനം ചെയ്ത വലിയൊരു പ്രസ്ഥാനമാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനം, അത്രയും പാരമ്പര്യം അവകാശപ്പെടുന്നൊരു പ്രസ്ഥാനം ഇങ്ങനെ ചീഞ്ഞു നാറിയ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ഒരിക്കലും ആ പാർട്ടിക്ക് ചേർന്നതല്ല. അങ്ങനെയുള്ള ആളുകളെ ഒന്നും ഒരിക്കലും സംരക്ഷിക്കരുത്. സംരക്ഷിക്കാൻ ആ നേതാക്കൾ ആരും കൂട്ടു നിൽക്കരുത്.